ടി.ജി. ജ്ഞാനവേൽ, ജയ് ഭീം, സൂര്യയുടെ ജയ് ഭീമിന്റെ ഡയറക്ടർ കൂടിയായ ടി.ജി. ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന ചിത്രം, രജനി ചിത്രം വേട്ടയാൻ. വേട്ടയാന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടി റിലീസിനൊരുങ്ങുന്ന രജനി ചിത്രമാണ് വേട്ടയാൻ. ഇതിന്റെ പ്രധാന ആകർഷണം ജയ് ഭീമിന്റെ സംവിധായകൻ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നുള്ള നിലക്കാണ്. ജയ് ഭീം വളരെയധികം ചർച്ചയായ ചിത്രമാണ്. ഒരു വിജയ ചിത്രം എന്നുള്ള രീതിയിൽ പരിഗണിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ അതിൽ വളരെ വലിയൊരു രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രം എന്നുള്ള രീതിയിൽ രജനികാന്തിന്റെ സൂപ്പർ സ്റ്റാർ രജനികാന്ത് നായകനാവുന്ന ചിത്രവും, അതോടൊപ്പം തന്നെ അമിതാഭ് ബച്ചനും ഫഹദ് ഫാസിലും മഞ്ജു വാര്യറും അടക്കമുള്ള വൻ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. മലയാളത്തെ സംബന്ധിച്ചിടത്തോളവും മഞ്ജു വാര്യറും ഫഹദ് ഫാസിലും ഉണ്ട് എന്നുള്ളത് ചിത്രത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം. ഏതായാലും നമ്മൾ ട്രെയിലർ കണ്ടു നോക്കാം, എന്നിട്ട് ബാക്കി പറയാം. Do you know who these officers are? Renowned encounter specialists, sir. இந்த நாட்டில் லட்சக்கணக்கான போலீஸ் ஆஃபீஸர்ஸ் இருக்கும்போது இவங்களை மட்டும் அடையாளம் தெரியுது. How is it possible? மோஸ்ட் டேஞ்சரஸ் கிரிமினல்ஸை தைரியமா என்கவுண்டர் பண்ணதால இவங்க ஹீரோஸா இருக்காங்க. புதுசா ஒரு பணி எடுக்க முடியல. ஒரு பொருளை கைமாத்த கூப்பிட்டா ஒரு பணி வர மாட்டேங்க. நமக்கு தான் எஸ்பிங்க பேர்ல ஒரு எம வந்திருக்காங்களா? நம்ம ஊர்ல 4 பப்ளிக்கை கொலை பண்ணா அந்த எஸ்பி. ഓക്കെ, രജനികാന്ത് അതോടൊപ്പം തന്നെ അമിതാഭ് ബച്ചനും ഉണ്ട്. പഴയകാല ജോഡിയാണ്. പണ്ട് കാലത്ത് 90s-ലും 80s-ലും ഒക്കെ ഹിന്ദി സിനിമയിലടക്കം ഒന്നിച്ച് അവർ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമിതാഭ് ബച്ചൻ ഈ ചിത്രത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അമിതാഭ് ബച്ചന് വേണ്ടി ഡബിങ് ചെയ്തിരിക്കുന്നത് പ്രകാശ് രാജാണെന്ന് തോന്നുന്നു, ആ വോയിസ് കേട്ടിട്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഈ ചിത്രത്തിൽ കാണുന്നത് അതൊന്നുമല്ല, ഫഹദ് ഫാസിലാണ്. ഫഹദ് ഫാസിലിന് എന്തായിരിക്കും ഈ ചിത്രത്തിൽ ചെയ്യാനുണ്ടാവുക എന്നാണ്. ഇത് ആകെ കൂടി ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ളത് എൻകൗണ്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പോലീസ് എൻകൗണ്ടറുകൾ, ക്രിമിനലുകളെ കൊല്ലുന്ന കാര്യങ്ങളാണ് ട്രെയിലറിൽ പറഞ്ഞിട്ടുള്ളത്. അതായിരിക്കുമോ കഥാഗതി, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും, അതല്ലെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും സസ്പെൻസോ ബാക്കിയുള്ള കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള ഇത് നോക്കിക്കാണണം. കാരണം ജ്ഞാനവേൽ എന്ന ഡയറക്ടറാണ് അത്തരം ഒരു ചിന്താഗതിക്ക് കാരണമാവുന്നത്. ഒരു എൻകൗണ്ടറിനെയൊക്കെ നോർമലൈസ് ചെയ്തുകൊണ്ട് അതിനെ സാധാരണ സംഗതിയാക്കിക്കൊണ്ട് അത് ഹീറോ പരിവേഷം നൽകിക്കൊണ്ടുള്ള ഒരു ചിത്രമായിരിക്കുമോ, അതല്ലെങ്കിൽ അതിൽ മറ്റെങ്കിലും കാര്യമുണ്ടാകുമോ എന്നുള്ള രണ്ട് രീതിയിൽ ഇതിനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്നിരുന്നാൽ പോലും ഈ ഫഹദ് ഫാസിൽ ഒരു രജനി ചിത്രത്തിൽ, രജനിയും അമിതാഭ് ബച്ചനുമുള്ള ഒരു ഇന്ത്യയിലെ 2 പ്രധാനപ്പെട്ട സ്റ്റാറുകൾ അഭിനയിക്കുന്ന ചിത്രമാണ്. അതിലാണ് ഫഹദ് ഫാസിൽ വരുന്നുള്ളത്. അതുകൊണ്ട് തന്നെ മലയാളത്തിന്റെ ഫഹദ് ഫാസിൽ ഈ ഒരു ചിത്രത്തിൽ എന്താണ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് എന്നാണ് കാണേണ്ട ഒരു കാര്യം. ഓൾവേസ് രജനികാന്തിന്റെ സ്വാഭാവികമാണ്, അദ്ദേഹത്തിന്റെ എല്ലാ മാനറിസങ്ങളും ഈ ചിത്രത്തിൽ ഉണ്ടാവും. ആക്ഷൻ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെതായ സ്റ്റൈൽ ഓഫ് മേക്കിംഗ്, അതൊക്കെ ഈ ചിത്രത്തിൽ ഉണ്ടാവും. അമിതാഭ് ബച്ചനും പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ട്. അതോടൊപ്പം തന്നെ മഞ്ജു വാര്യർ, റാണോ ദഗുപതി, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ ട്രെയിലറിൽ കണ്ടിട്ടുണ്ട്. ഏതായാലും ട്രെയിലറും അതോടൊപ്പം തന്നെ ഇതിന്റെ BGM ചെയ്തിരിക്കുന്ന അനിരുദ്ധാണ്. അതും വർക്ക് ആയതുപോലെയാണ് തോന്നിയത്. നന്നായിരുന്നു എന്ന് തോന്നുന്നു. ഏതായാലും ചിത്രം കണ്ട ശേഷമേ ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റുകയുള്ളൂ. ഏതായാലും ട്രെയിലർ കണ്ടിട്ട് ചിത്രം പ്രതീക്ഷ നൽകുന്നതായിട്ടാണ് തോന്നുന്നത്. എന്താണോ ഇതിന്റെ സസ്പെൻസ്, അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെ ഈ ഒരു ആക്ഷൻ ഹീറോ പരിവേഷം നൽകിക്കൊണ്ട് മാത്രം അവസാനിപ്പിക്കുന്ന ചിത്രമാണോ, അതല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും നിഗൂഢതകൾ വെച്ചിട്ടുണ്ടോ എന്നുള്ള ഇതിൽ ഒരു സംശയകരമായി നിലനിൽക്കുന്നു.